ഒരുത്തനെ അടിച്ചാണ് വന്നത് അല്ലേ? ഇത് ഒരു രക്ഷയില്ലാത്ത മക്കളെ. ഈ കളർ വല്ലാതെ പിടിക്കണില്ല. നമ്മുടെ ഉദ്യോഗസ്ഥർ, നമ്മുടെ രാജ്യം നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് നോക്കിക്കാണുകയാണ്. ഹായ് 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 ആഴ്ച നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നലെ ബോർഡർ ഏരിയയിലാണല്ലോ കിടന്നത്. ഇതാണ് നമ്മുടെ ബോയ്. അദ്ദേഹമാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് അല്ലേ? കേട്ടോ ഇത് എന്താ എക്സ്പോർട്ടറാണ്. ഇത് നമ്മളെ ഓണർ കേട്ടോ, നമ്മളെ മുതലാളി. നമ്മളെ മുതലാളിയാണ്. ഇൻഡിപെൻഡൻസ് ബോയ്. ഇപ്പോൾ ഉറങ്ങി വെച്ച് വരികയാണ് ചെക്കൻ. കണ്ണും മുറയെ കണ്ടില്ലേ? ഏതായാലും ഞങ്ങൾ ഇന്നലെ നമ്മൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടി. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തത്. കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേങ്കിൽ മൂപ്പർ ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ നമ്മളോട് വേണമെങ്കിൽ ഇവിടെ ഇട്ട് കുക്ക് ചെയ്യാനാണ് അല്ലേ? നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ ഞങ്ങൾ കഴിച്ചോളി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് എത്ര ദിവസം നിൽക്കാനുള്ളൊരു പെർമിഷൻ പോലെയൊക്കെ അവർ തന്ന്. അത് കുഴപ്പമില്ല. നമ്മളെന്തായിട്ടും നമ്മൾ ഒരു 2 ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു ദിവസം പറ്റും നമുക്ക് അവിടെ ക്യാമ്പിംഗ് ഒന്ന് നോക്കാം, എന്താണ് അവസ്ഥ അറിയണത്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ എന്താ വണ്ടി മറിച്ച് പൊടിയായി. നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മുടെ വണ്ടിക്ക് ഈ ഒരു ഡിസൈനിൽ സ്റ്റിക്കർ അടിച്ചാലോ എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. ഇതുപോലെ എട്ടരി വല ഇട്ടാൽ മതി ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ. എട്ടരി വല ഇട്ടല്ലത്, ഇത് മറ്റേതാണ് സ്റ്റാറല്ല. സ്റ്റാറിനെ നമ്മൾ കീബോർഡിലുള്ള സ്റ്റാറാണ്. മുതലാളി ആട്ടോ ഈ മോപ്പൊക്കെ എടുത്ത് തുടച്ചുകൊണ്ട് നിൽക്കണം. എടാ അപ്പുറത്തല്ലേ ബ്രഷ് എടുക്ക്. നമ്മളുടെ ഷൂ കാര്യങ്ങളൊക്കെ അവിടെ ഊരി വെച്ചിട്ടുള്ളത് അത് നമുക്ക് എടുക്കാൻ വേണ്ടി. ഞങ്ങളുടെ വണ്ടി ഫുള്ള് അലമ്പൈക്കാരാണ്. സോക്സിൻ്റെ കാര്യം പറഞ്ഞാൽ മറക്കല്ല, സ്മെല്ലടിക്കുന്നുണ്ട്. സോക്സിനെ നമുക്ക് ഒരു നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടേക്കണം. ഓപ്പൺ ദ ഡോർ. എന്താ ചാടി? നമ്മളുടെ വണ്ടി നല്ലല്ലോ. അല്ല ഇറക്കി വെക്കി. ഇതിലാണ് നമ്മൾ ബ്രഷ് എടുക്കുന്നത്. ടൂൾസിലാണ് ബ്രഷൊക്കെ എടുക്കുന്നത്. ബ്രഷൊക്കെ ഒരു ടൂളാണല്ലോ. ഗോൾഗറ്റൊക്കെ കഴിഞ്ഞു തട്ടിയില്ലേ? ക്ലോസപ്പേനോ ബുക്കൊക്കെ അവിടെ ചെറിച്ചാ കേൾക്കണം ഞങ്ങൾ. സുഗന്ധം പറഞ്ഞിരുന്നു. അയ്യോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വല കെട്ടിയത് ഈ ടൈപ്പാണ്. ഇടുമ്മൊക്കെ കെട്ടിക്കണം. ഈ ഒരു കീറാല എപ്പോഴും ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നമ്മുടെ വണ്ടിനെ പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഇതായിരിക്കും. വാട്ടർ ടാങ്കും അതുപോലെ തന്നെ ഒന്നും വല്ലാതെ ഒതുക്കി വെക്കലൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ മടക്കി വെക്കും. പിന്നെ ഇപ്പം ഞങ്ങൾ ബാഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കും. പിന്നെ ഇവിടെ തന്നെ ഇതിനകത്ത് ഇവിടെയൊക്കെ നന്നായിട്ട് പൊടി കയറി. അപ്പോൾ താഴെ ഭാഗത്ത് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട് അതിനൊക്കെ നമ്മൾ ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് നല്ല റിവർ സൈഡിൽ നമ്മുടെ വണ്ടി ഇടാൻ പറ്റണം. ഹായ് ഗുഡ് മോർണിംഗ്. നമ്മളെ മുതലാളിൻ്റെ ചെക്കനാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഓണർ ചെക്കനാണത്. ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ചായക്ക് എന്താ വെക്കുമോ? ചായക്ക് എന്താ? ചായക്ക് ബ്രെഡ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, അവലുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ടോ? ബ്രെഡ്, ബിസ്ക്കറ്റ്, ആവില് എല്ലാം ഉണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്യട്ടെ എന്നിട്ട് നോക്കാം. ഇല്ല ഗൈസ്, ഞങ്ങൾ ചായ ഉണ്ടാക്കിയില്ല. ഞങ്ങളെന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ചായ ഉണ്ടാക്കാൻ സാധനമുണ്ട്. പക്ഷേങ്കിൽ ചായ ഉണ്ടാക്കാൻ സാധനമുണ്ട്. ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് വെച്ചത് കൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇട്ട് കുക്ക് ചെയ്യാൻ മൂപ്പർ പറഞ്ഞു നമ്മളോട്. അതാണ് ഇവിടെ താഴത്ത് കറക്കി കുക്ക് ചെയ്യാം. എന്താ പറഞ്ഞറിയാം, വെയിൽ നല്ലോണ്ടായിട്ട്. അവിടെ നല്ല വെയിൽ വരും. അല്ലെങ്കിൽ ഇവിടെ താഴത്ത് കറക്കി കുക്ക് ചെയ്യാം. എന്ത് വേണം? താഴത്ത് കറക്കി കുക്ക് ചെയ്യാം. എന്താ വെച്ചാൽ മറ്റാകുമ്പോൾ പൊടി ഇതൊക്കെ കയറും. നമുക്ക് ഇവിടുന്ന് കുക്ക് ചെയ്തിട്ട് കയറല്ലേ. വെറും കട്ടൻ ചായ കുടിക്കണ്ടല്ലോ. നമുക്ക് ബായിപ്പോ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് തന്നു. ഞങ്ങളുടെ കലവറയിലൊക്കെ കാലിയാണ് സാധനങ്ങൾ. എന്നാലും ബിസ്ക്കറ്റ്, റസ്ക് പോലത്തെ സംഭവങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട് അല്ലേ? ബൈ മേരെ ബസ്. കേരള മേഘാലയ. ഇവരെല്ലാവരും എന്താ സ്നേഹട്ടോ അവരുടെ. കേരളത്തിൽ ബിസ്ക്കറ്റ് ആണോ? കേരളത്തിൽ നിന്ന് അല്ല പോയി അച്ഛാണ്. കേരളത്തിൽ നല്ലതാണെന്ന് കഴിക്കാറ് മുപ്പത് പറഞ്ഞു. ഇത് നമ്മളത് കേരളത്തിലല്ല, കേരളത്തിൽ തന്നെ ഇതൊക്കെ തന്നെ അല്ലേ, ബ്രിട്ടാനിയൊക്കെ തന്നെ അല്ലേ വരുന്നത്. ബിസ്ക്കറ്റ്, റസ്ക് ഒക്കെ ഉണ്ട്. മൂപ്പര കയ്യിലുണ്ടല്ലോ.
आज स्टे करो, हम कुकिंग करेगा एक साथ मिल के खाएगा। हाँ ओके क्या फिश खाता है ना, क्या मीट खाता है? आपका ചോയ്സ്. नहीं खाता आप लोग? ഓ ഗായ്സ്, അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുക്കിംഗ് ഇല്ല കേട്ടോ. അല്ലേ, ഇന്ന് കുക്കിംഗ് ഇല്ല. ഇന്ന് മൂപ്പര് കുക്ക് ചെയ്യാന്ന് പറയുന്നത്. നമ്മളിവിടെ നിന്നാദ്യം ഇന്നലെ നമുക്കത് മറ്റേ ക്ലിയർ ആക്കി വെക്കുക. ആ ആയിക്കോട്ടെ. പാത്രങ്ങളൊക്കെ മീൻകറി ആക്കിയല്ലെന്ന്. ഓ മഞ്ഞിൽ ഇതൊന്ന് ഞങ്ങൾക്ക് തരുമോ? खाता ആ ആ eating? കുക്കിംഗ് हाँ ഐ കുക്കിംഗ് ओके വൺ ഫിഷ് ഓൺലി. ओके ओके നമുക്കൊന്ന് വാങ്ങി കുക്ക് ചെയ്ത് നോക്കിയാലോ. മഞ്ഞിലാണെങ്കിൽ മഞ്ഞിൽ കുക്കിംഗ് ഉണ്ടോ? പെരുമഞ്ഞിലുണ്ടല്ലോ. മഞ്ഞിലൊക്കെ തിന്നാണ്ട് പണിയാകും. അത് 3 ഉള്ളത്. മൂന്നെണ്ണല്ലേ? ഒന്ന് ഇതൊന്ന് അനങ്ങളുണ്ട്. ഇതിനെ എങ്ങനെ നന്നാക്കി കുക്കാൻ പോയത്? ഇന്നത്തെ ഒരിക്കൽ നന്ന കിട്ടിയില്ലേ? അതേപോലെ തന്നെ നന്നാക്കി അതിൻ്റെ ഉറപ്പം സാധനമാണ്. ഓ അച്ഛേ, अच्छा है। आप बनाओ, हम खाएगा। मेरे पास टूल्स नहीं, वेजिटेबल्स. हाँ वेजिटेबल्स अच्छा मार्केट में जाएगा अभी। ആ ഓക്കെ. മാർക്കറ്റിൽ പോകേണ്ടി വരും നമ്മൾ. മാർക്കറ്റ് കയറേ हाँ मार्केट उधर में जाएगा, घर लेके जाएगा। മൂപ്പര വണ്ടി പോവാ. വണ്ടി അതെ, ആ വണ്ടിയിലാണ് പോകണം. നമ്മുടെ വണ്ടി സ്വിഫ്റ്റ് ആക്കി. ഇപ്പം വെറും പുഞ്ചിരി പുഷ്പരാജാണ്. അതെ, പുഞ്ചിരി പുഷ്പരാജ്. പൈസ എടുത്തിട്ടുണ്ട്, ഉണ്ട് എൻ്റെ അടുത്തുണ്ട്. രണ്ടും ഒക്കെ ലോക്കാക്കി. നമ്മളിപ്പോ ഇത്രയൊക്കെ ചെയ്ത ആളുകളെ നമ്മളെങ്ങനെ ഇപ്പൊ വിശ്വസിക്കാതെ അത് നമ്മള് മഞ്ഞില് കണ്ടിട്ട് നമ്മള് ധരിച്ചു. അത് തിന്ന പണിയാകും. നമ്മളെ വണ്ടിയാണ് കിടക്കുന്നത് കൂമൻ. സങ്കടം കേട്ടോ ജി. ഞങ്ങൾക്ക് വരാം. 2 മിനിറ്റ് വരാം. കരയാടപ്പാ. എന്ത് സൈലന്റില് ഈ വണ്ടി. കൂമലിൽ പോകുന്ന ആ ഒരു സുഖമൊന്നും നമുക്ക് കിട്ടുന്നില്ല അല്ലേ. ഇവിടെ പിന്നെ ബെൽറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലോണ്. എന്താ പറയുക, ഞങ്ങളങ്ങനെ മാർക്കറ്റിലേക്ക് പോയി തിരിച്ചു വിട്ടു. ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഫുള്ളായിട്ട് ഇവിടെ ഓഫാണെന്നാണ് നമ്മളുടെ ആൻ്റണി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമ്മുടെ ആൻ്റണി ചേട്ടൻ പറയുന്നത് മലയാളത്തിൽ ചേട്ടാ ബായ് ചേട്ടാ. അപ്പോൾ അതൊക്കെ പറഞ്ഞ അവിടുത്തെ മനസ്സിലാക്കുക. മൂപ്പര് പറയാം, ഇവിടെ ഒരു അച്ഛൻ ഉണ്ടല്ലോ ഷിലോങ്ങിൽ, മലയാളി അച്ഛൻ, മൂപ്പർക്ക് അറിയാം. അതൊക്കെ മൂപ്പര് പറഞ്ഞു ഞങ്ങളോട്. ഏതായാലും ഞങ്ങളുടെ ഇന്നത്തെ ലൈഫും തന്നെ നല്ല രസമായിരിക്കും. ഇന്നിപ്പോൾ എന്തായാലും ഇവരുടെ കൂടെ അവിടെ നിൽക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലോ ഗോ, നമുക്ക് ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ആരിലും ഒരാൾ. ഞങ്ങൾ പണ്ടേ ഓട്ടോ ലൈഫിൽ ഞങ്ങൾ പറയലുണ്ട്, എവിടെയെങ്കിലും ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആവുന്നുണ്ട് അല്ലേ. ഇത് അതേപോലെ തന്നെയാണ്. ആൻ്റണി ചേട്ടൻ മൂപ്പർ ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നു, അദ്ദേഹത്തെ കണ്ടു, പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ് നമ്മളെ വിളിച്ച് അവിടെ നിർത്തിയത്. എന്നിട്ട് നമുക്ക് ഇന്ന് രാവിലെ വരെയുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് തന്നു. എന്താ പറയുക, ഇത് ദൗക്കി ടൗൺ ആണ് മാർക്കറ്റ്. ദൗക്കി മാർക്കറ്റാണിത്. ദൗക്കി മാർക്കറ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇവിടെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയാണ് എന്താണ് നമുക്ക് വാങ്ങാനുള്ളത് എന്നാണ്. ഇത് വാങ്ങാനാണോ നമ്മളൊന്ന് പച്ചക്കറി. മൂപ്പരന് ഓരോന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നും വേണ്ടല്ലേ, നമ്മളടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, ഞങ്ങൾ കരുതി ഞങ്ങളുടെ സാധനങ്ങളില്ല, പക്ഷേങ്കിൽ നമ്മുടെ സാധനങ്ങളുണ്ട്. മൂപ്പരന്നെ വാങ്ങി തരുവാണ്. മൂപ്പര് മറ്റേ കുക്കുംബറൊക്കെ വാങ്ങിയാണ്. ഇഞ്ചിയാണ് നമുക്ക്. ഇത് വേണം, ചീനപ്പറി. വെളുത്തുള്ളിയോ ഇതോ? അത് കുറച്ച് വാങ്ങാം. പിന്നെ അത് വേണം. ഇത് ഓർക്കാപ്പുളി പോലെ, വലിയ ഓർക്കാപ്പുളി അല്ലേ? വലിയ ഓർക്കാപ്പുളി, പക്ഷേ നമുക്ക് വേണ്ട. അതിന് ബസ് ഇഞ്ചിയോ? ഇഞ്ചി ഇവിടെയൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഇഞ്ചിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. മൂപ്പര് തന്നെ ഓരോന്ന് കണ്ടറിഞ്ഞ് വാങ്ങാൻ. പിന്നെ ഇവിടുത്തെ കടകളിലൊക്കെ കണ്ട 100 അത് ഒക്കെ തോണ്ടി തച്ചേക്കുവാണ്. എല്ലാവരുടെ വായലും ഉണ്ടാവും.
ചെറിയ കുട്ടികളുടെ ഒക്കെ ഉണ്ടാവും. मेघालय से पूरा सामान के ज़्यादा प्राइस है. കേരള ഇത്ര പൈസ ഇല്ല. ഇവിടെ എല്ലാത്തിനും പൈസ കുറച്ച് കൂടുതലാണ് ഗൈസ്. അത്രയും സാധനം വാങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ആൻ്റനേട്ടൻ്റെ കയ്യിലുള്ള അത്ര സാധനം നമ്മൾ വാങ്ങിയത്. പക്ഷേങ്കിൽ അതിന് വന്നിട്ടുള്ളത് 250 റുപ്യ. കണ്ടോ ഞങ്ങളോട് വാണോ വയ്ക്കുന്നുണ്ട്. ഓ കിട്ടുന്ന പൈസ 10 റുപ്പീസ് എ പാക്കറ്റ്. അതിൻ്റെ ഇപ്പം ഒരു അടക്ക അദ്ദേഹം തൊള്ളയിലിട്ടുണ്ട്. ഇനിയിപ്പോൾ 100 വെച്ചാണ്. കുറച്ച് 100 ഒഴിവാക്കി. ഓക്കെ മള്ളം അത്രേ ഉള്ളൂ കേട്ടോ. ആ പരിപാടിയേ ഉള്ളൂ. ഇവിടെ വെച്ചാണ് ഗൈസ്. നമുക്ക് മിറണ്ടയും കൂടി വാങ്ങിയണേ. ഞങ്ങൾക്ക് ഭയങ്കര ട്രീറ്റാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകണം. ഇന്നലെ മൂപ്പരെ കണ്ടു അല്ലേ? ഇന്നലെ രാത്രി വന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ അല്ലേ? സംസാരിച്ചു. ഇവർക്ക് എല്ലാവർക്കും നമ്മളെ എങ്ങനെയോ വളരെ ഇഷ്ടമായി. അത് എങ്ങനെയാണ് വീട്ടിലാണെന്ന് അറിയില്ല. അതെ, ഇവർ ചോദിക്കണം നമ്മുടെ നാട്ടിൽ എന്താ ക്രിസ്ത്യൻസ് ഉണ്ടോ എന്നൊക്കെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാവരും ഉണ്ടല്ലോ. ഞാനത് പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ നാട് ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ എന്നെ കൊണ്ട് വയ്ക്കണമാതിരി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ഇന്ന രീതിയൊന്നുമില്ല, എല്ലാവരും ഉണ്ട് അവിടെ. എല്ലാവരും ഒരുമയോടെ ജീവിക്കുന്ന ഒരു നാടാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ തോന്നുന്നു അല്ലേ? കൂമനെ വീണ്ടും അവിടെ ആക്കിയിട്ട് ഞങ്ങൾ വീണ്ടും എവിടുക്ക പോവാണ്. കൂമനെ നമ്മളവിടെ ആക്കിയിട്ട് വേറെ എവിടുക്ക പോയിക്കൊണ്ടിരിക്കുവാണ്. എവിടേക്കാന്ന് എനിക്ക് തോന്നുന്നത് വെസ്റ്റ് ബംഗാളിൻ്റെ സൈഡിലേക്ക് വെച്ചാൽ ബംഗ്ലാദേശിൻ്റെ സൈഡിലേക്കാണ് പോകുന്നത്. ഇതാണ് ബോർഡർ ഏരിയ കേട്ടോ. ബോർഡർ ഏരിയയിലാണ് നമ്മളുള്ളത്. നമ്മൾ ബോർഡറിലേക്ക് പോകുന്ന റൂട്ടാണത്. ഏഷ്യൻ ഹൈവേ ആണ്. ഏഷ്യൻ ഹൈവേ ज़्यादा खराब है. ഓ ട്രക്ക്. ഇതൊക്കെ ബംഗ്ലാദേശിക്ക് പോകുന്ന വണ്ടികളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എക്സ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ, ഇമ്പോർട്ടിങ് ഇല്ല. ഇതിൽ വേറെ ഉടുക്കോ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇന്നലെ വന്ന വഴിയാണ് ഇതൊക്കെ നമ്മൾ ഇന്നലെ വന്നിട്ട് എന്താ പറയുക എണ്ണ അടിച്ചു അല്ലടാ. എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരുന്നു. നമുക്ക് ഇനി അവിടുന്ന് പമ്പ് കിട്ടാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എണ്ണ അടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ ഒരു പമ്പിൻ്റെ സൈഡിൽ ഇന്നലെ നിർത്തണം കരുതിയത്. ഇല്ലാന്നാണെങ്കിൽ ഞാൻ ഈ വഴി കണ്ടിരുന്നു, മനസ്സിലായോ? ഇതിൽ ഞാൻ കയറ്റണം കരുതിയിരുന്നത്. അല്ലാതാണെങ്കിൽ ഇവിടെ എവിടെയൊക്കെ നിർത്താം. അവിടെ ഇത്ര ഏരിയ അല്ലേ. പക്ഷേങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പണിക്കാരെ കിട്ടിയത് നല്ലൊരു ഭാഗ്യമാണ്. അവിടെ എത്തേണ്ടതും ഭാഗ്യാണല്ലേ. ഇതില് ഭയങ്കര ലക്ക ഞങ്ങക്ക്. ഇത് എങ്ങനെ വന്ന് വീണമെന്ന് അറിയണതാ. ഓ ഇതില് 10 ആണ്. ഓ ഗാഡിമേ പൂര 10 കൊയില. വേറെ എന്തോ സാധനമുണ്ട്, മണലും അല്ലേ? ഇതിലൊക്കെ വലിയാണ്. അപ്പൊ ഇതൊക്കെ ഓ സൈഡ്. ആ സൈഡ് ബംഗ്ലാദേശ് ആയിട്ടോ. നമ്മൾ എന്താ പറയുക ബോർഡറിൻ്റെ ഏരിയ കൂടെയാണ് ഇപ്പോൾ. ബംഗ്ലാദേശിൻ നമ്മളും തമ്മിൽ വെറും ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ബോർഡർ ഏരിയയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. എന്താ പറയുക, നമ്മളെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇവരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇത് ഇന്ത്യ, നമ്മളുടെ നാട് അല്ലേ? നമ്മുടെ നാട്. ഓ ഗായ്സ്, ഇന്ത്യൻ്റെ ഗേറ്റ് ആണത്. ഇന്ത്യൻ്റെ ഗേറ്റ്. ഓ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അത് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് വരുന്നവർക്കുള്ള വെൽക്കം. നമ്മുടെ ഉദ്യോഗസ്ഥർ, നമ്മുടെ രാജ്യം നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് നോക്കിക്കാണുകയാണ്. ഓ മൈ ഗോഡ് ഗായ്സ്. ആന്റണി ചേട്ടാ താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ഇദ്ദേഹം തമിഴ്നാടാണോ? ഇതാ ഇതാണ് നമ്മളുടെ അതായത് അതിർത്തി അല്ലേ? നമ്മളുടെ ഇവിടെ വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ബംഗ്ലാദേശായി, പിന്നെ അങ്ങോട്ട് പറ്റൂല. ഇത് ബംഗ്ലാദേശിൻ്റെ ഫ്ലാഗ്, ഇത് ഇന്ത്യൻ്റെ നമ്മുടെ ഫ്ലാഗ് അല്ലേ? ഓഹോ ഗായ്സ്, ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കണ അറിയാം. ഒരു അടി കൂടി വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പോവാം അല്ലേ? ഓക്കെ, എൻ്റെ നേട്ടനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. ഇവിടേക്ക് നമ്മളിങ്ങനെ കയറാൻ പറ്റും ഞങ്ങൾ കരുതിയല്ല. എന്ത് ചെയ്യാനാ?
ഞങ്ങളിത് രണ്ടാമത്തെ രാജ്യത്തിൻ്റെ ബോർഡറിലേക്ക്, അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള രണ്ടാമത്തെ രാജ്യത്തിൻ്റെ ബോർഡറിലേക്ക് എത്തി. ഭൂട്ടാൻ കഴിഞ്ഞ് ഇവിടെ നമ്മൾ ബംഗ്ലാദേശിൻ്റെ വാക്കിൽ നിൽക്കുകയാണ്. അതെ, ഇദ്ദേഹം തമിഴാണോ തോന്നുന്നുണ്ടല്ലേ സാർ? തമിഴ് ആ ഓക്കെ. കേരള ഓ മൂപ്പരെ കണ്ടിട്ട് എനിക്ക് തോന്നി തമിഴാണോന്ന് അല്ലേ. മൂപ്പര ഒരു കുറിയും ഒക്കെ ഇട്ടോണ്ടേ നല്ല രസമായി. ഇനി ഞങ്ങൾ നമ്മുടെ നാട്ടിൽ കയറാണ്. കയറില്ലേ? കയറി. ഇവിടുത്തെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആൻ്റണി ചേട്ടാ അദ്ദേഹം നമ്മളെ കൊണ്ടുവന്ന് ബോർഡർ കാണിച്ചത്. ഞങ്ങൾ ഇങ്ങോട്ട് വരണ കരുതിയാണ്, മൂപ്പര് കൊണ്ടുവരുന്ന നമ്മൾ കരുതിയല്ല അല്ലേ. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടി കഴിയുണ്ടാവില്ല കേട്ടോ. അല്ലടാ നമുക്ക് പേടിയാവും ചെയ്യും ചോദിക്കാനോ അല്ലെങ്കിൽ പോകാനൊക്കെ. അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് നേരത്തെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല. रावल रोड किधर जाना है? जब बंगला जाता ना, जो पासपोर्ट से आता है, यहाँ से उधर में एंट्री करता है और उधर में जो कस्टम का ऑफिस है. കസ്റ്റംസ് ഓഫീസ് അവിടെയാണ് കസ്റ്റംസ് ഓഫീസ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ചെക്കിങ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? എന്തൊക്കെയല്ലേ ഒക്കെ. എന്ത് ഞങ്ങൾ നിൽക്കണ ഈ ഒരു മതിലിനപ്പുറത്തേക്ക് അങ്ങോട്ട് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു വലിയൊരു രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യമാണ്. ഒക്കെ രാജ്യങ്ങളാണ്. നമ്മളത് ഇപ്പം എന്തൊക്കെയായാലും അതിനേതായിട്ടുള്ള റെസ്പെക്റ്റ് എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കണം അല്ലേ. എല്ലാ രാജ്യങ്ങൾ തന്നെയാണ്. കസ്റ്റംസ് ഓഫീസ് ये गाड़ी उधर से घुसता है ना, इधर में पूरा कस्टम का ऑफिस है. सब कुछ इधर में. ഇവിടെ നിന്നാണ്, അതായത് വണ്ടികൾ ഇവിടെ നിന്ന് കസ്റ്റംസ് ഓഫീസ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വിടുകയുള്ളൂ. മനസ്സിലായോ? ഇതിൽ നമുക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് എവിടേക്കാണ് ഇനി പോകുന്നത് മനസ്സിലാവുന്നില്ല. അവിടെ ഒരുപാട് വണ്ടികൾ, ഒരുപാട് ലോറികളും കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലോറികളാണ് രണ്ട് സൈഡിലും. ഈ പഴയ മോഡൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ മോഡലുണ്ട്. ഇത് മരം എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോകുന്നല്ലേ. കട്ടൻസ് വണ്ടികളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളാണ് നമ്മളവിടെ. പക്ഷേ ഇതിവിടെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ഇവിടുന്ന് കല്ലുകളാണ്. കല്ലാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിന്ന് കല്ല് തട്ടാനൊക്കെ റിസ്ക് അല്ലേ. കൊട്ടയല്ലല്ലോ. നമ്മൾ കൊട്ടയാണെങ്കിലും നമ്മുടെ ആ ഒരു എന്താ പറയുക ടിപ്പറുകൾ പോയി തട്ടണ പോലെ ആ പരിപാടി അല്ലല്ലോ. അതൊന്ന് നുള്ളി പൊറുക്കി എടുക്കണ്ട വീണ്ടും അങ്ങോട്ട് കയറ്റിയ മാതിരി തന്നെ. यहाँ से घुसता है, यहाँ चेकिंग करता है. लेकिन हम लोग को नो एंट्री. नो एंट्री. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലൊക്കെ ക്യാമറ അലോഡ് ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ക്യാമറ ഒക്കെ വാങ്ങി തല്ലി പൊട്ടിച്ച് പോവും. ആകെയുള്ള വരുമാനമാണ്. നമ്മുടെ ദേശീയ പതാകൻ്റെ കളറിലാണ് ഗേറ്റുകൾ. അപ്പോൾ ഞങ്ങൾ പോയി പോന്നു. നമ്മുടെ കുറുമനോട് ഇട്ടിട്ടാണ് പോയത്. ഇനി നമ്മുടെ കുക്കിങ് നോക്കണം. ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോകണം. താഴത്തേക്ക് പോയില്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. 2.5 അല്ലേ? അരി 2.5 ഇട്ടു. ഗ്യാസ് അത് മൂപ്പര് അങ്ങോട്ട് കൊണ്ടുപോകണം വലുത്. പിന്നെ അത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഗ്യാസ് അത് വലുത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അരി ഓക്കെ അല്ലേ? എന്നാൽ ഡിക്കടക്കട്ടെ. കുക്ക് അടുപ്പം കൊണ്ട് പോകണേ. നമ്മുടെ കുറ്റി വേണ്ടാൻ പോലെ കുറ്റി ചെയർ കൊടുക്കുക. അവിടെ ഇരിക്കാൻ ഗ്യാപ്പില്ലേ. ഞാനവിടെ ക്യാനൊക്കെ കൊണ്ടുവച്ചാണ്. കുറ്റി മൂപ്പര കുറ്റി കൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്യാസിൽ മൂപ്പര തന്നെ വൃത്തിയാക്കി തരികയാണേ. ഒരു മുതലാളിയാണ് കഴിച്ച് കാട്ടണം കേട്ടോ, അത് മറക്കരുത്. കുക്കിംഗ് ഒക്കെ രാത്രിയിലായിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ നമ്മൾ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം രാവിലെയൊക്കെ മാറ്റിയാണ് അല്ലേ. ഓക്കെ. ഇന്ന് ഞങ്ങളുടെ കുക്കിംഗ് നടക്കാൻ പോകുന്ന ഏരിയ ആണത് ഗൈസ്. ഇവിടുത്തെ ഒരു വർക്കൗട്ടിൻ്റെ റൂമാട്ടോ. ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ചോറ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തായി അരി കഴിയോ? ഒരു വട്ടോ കഴിയേ? 2 വട്ടം കഴിയേ. പിന്നെ അതിൽ എന്താ മൂപ്പര് എന്താ കാണിച്ചു തന്നെ? ഈ കാണുന്നത് വെള്ളല്ലേ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കളയി. നമ്മൾ ടൈമില്ലാത്തോണ്ട് ഞങ്ങൾ കഴുകിയിട്ട് അങ്ങോട്ട് തള്ളു. തള്ളു വെക്ക്. അപ്പോൾ ഇതാണ് പരിപാടി. നമ്മൾ അരി ഇട്ടു. 1.5 ഗ്ലാസ് അരിയാണ്. പിന്നെ അത് മാത്രമല്ല മൂപ്പര് നമ്മോട് പറയണം എന്താ അറിയോ? 2.5 ഗ്ലാസ്.
3 മഞ്ഞയിലാണ് അതില്. ആ അതില് ഒന്ന് മൂപ്പര് കുക്ക് ചെയ്യും, ഒന്ന് നമ്മൾ കുക്ക് ചെയ്യണം. നമ്മളെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ പോളോ കേരളത്തിന് പറയിപ്പിക്കും ഞാൻ. എനിക്ക് ചിക്കനാണെങ്കിൽ പിന്നെ നോക്കിയത്, മീനായതുകൊണ്ട് നമ്മുടെ അടുത്ത് വേണമെങ്കിൽ പുളി കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ഓ ഗായ്സ് മീൻ അതാ വരുന്നു കേട്ടോ. മീൻ എത്തിപ്പോയി. മീൻ നന്നാക്കണ ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മീൻ അതൊന്നും ഇത് നല്ല വലുതാണല്ലോ. അതിനകത്ത് ഇതിനായിട്ട് റൂമുണ്ടോ? ടൂൾസ് റെഡി, ടൂൾസ് റെഡി. ആ ഈ കത്തിൻ്റെ പ്രത്യേകത പിടിച്ചോ, ഇതിങ്ങനെ വെക്കാനുള്ളതാണ് കേട്ടോ ഈ കത്തി. ഇവരുടെ കട്ടിങ് ഇങ്ങനെയാണ്, അല്ലാതെ വെച്ചിട്ട് അടിച്ചണ പരിപാടിയില്ല. ഉക്കത പാടി വെക്കുന്നത് പാമ്പന്നെ കേട്ടോ. ഇതെന്താ ചേരയോ? ഞാൻ പൊടിച്ചിട്ട് തിന്നോട നിന്നെ, ഞങ്ങൾ തിന്നുമട. നല്ല ഇറച്ചിയാട്ടോ മോനെ അല്ലേ, സൂപ്പർ ഇറച്ചിയാണ്. ഒരുത്തനെ അടിച്ചാണ് വന്നത് അല്ലേ. തൊലി കഴിച്ചാനാണ്. ആ തൊലി കഴിച്ചാനാണ്. ആ ഇതൊരു തരം ഒരേയുള്ളൊരു ഇലയാണ്. ഈ ഒരു ഇല ഉപയോഗിച്ചിട്ടാണ്. ആ അതായത് ആ പാറവത്താണ് നമ്മുടെ പാറവത്ത് എന്ന് പറയുക. പക്ഷേ ആ ഇലയല്ല, അതിനൊക്കെ അതേപോലെ തന്നെ ഒരു ഗ്രിപ്പുള്ളൊരു ഇല. അതെന്താ വെച്ചാൽ ഇതിനെ പിടിക്കാനേ വഴുക്കൽ ഉണ്ടോ സിമ്പിളായിട്ടാണ് മുപ്പര് ചെയ്യണത്. അതിനായിട്ടുള്ള ടൂളാണ്. ആ നല്ല ടൂളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാണ്. ആ ഗ്യാപ്പിൽ ചോറായി ചോറായി. ചോറ് ഞാൻ അവിടെ ഒന്ന് വിസിൽ വന്നിച്ച് ഊറ്റിയാൽ അതായി. മഞ്ഞയിലാക്കണവിടെ ക്ലീൻ ചെയ്യാണ്ട് അത്ര പരിപാടികളുണ്ട്. നമ്മളിനി നെക്സ്റ്റ് നമുക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ. ഗൈസ് അപ്പോൾ നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഒരിക്കലും മസാല ഉണ്ടാക്കുന്നുണ്ട്. നമുക്കുള്ള ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ മുളക്, പച്ചമുളക് അത് ഇട്ടിട്ട് നമ്മൾ കുത്തി ചാച്ചുണ്ടാക്കിയ മസാല. പിന്നെ നമ്മൾ ഉണ്ടാക്കി കട്ട് ചെയ്തവിടെ. പിന്നെ ഇതൊക്കെ ഒരു ഉള്ളി, ഒരു തക്കാളി. ഇവരത് വേറെ ടൈപ്പാ. ഇവരത് ഇങ്ങനെയൊക്കെ ആയി വരുന്നുള്ളൂ. ഇത് നമുക്ക് ശരിക്കും കാണുന്നത് മേഘാലയ ചില്ലി. ആ ഓ പിന്നെ ഇവർ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇത് ഇതിൻ്റെ അടിഭാഗം ഫുള്ള് വെളുത്തുള്ളി കേട്ടോ, നേരെ കിടക്കാൻ നോക്കണ്ട. ആ പിന്നെ ഇവരുടെ കത്തിക്കൊരു ഭയങ്കര പ്രത്യേകത. ട്രഡീഷണൽ ഖാസി. ഓ ഓക്കെ. നമ്മളെ മലയാളീനെ കാണുമ്പോഴാണ്. പിന്നെ ഇവരുടെ മീൻ കണ്ടാൽ നമ്മൾ അന്തം വിടും. ഇത് ഇവർ മസാല കൂട്ടി വെച്ചതാണെന്ന് തോന്നുങ്ങാക്ക്. അതെ, അപ്പോൾ മസാല കൂട്ടി ഒരിക്കലും അല്ല. അതായത് ഈ മീൻ ഇവർ കഴുകാതെയാണ് ഉണ്ടാക്കുന്നത്. അതായത് മീൻ കഴുകി എന്ന് പറഞ്ഞാൽ ഇവർ തൊലി കീച്ചിട്ട് പിന്നെ അടുത്ത ചെയ്ത പരിപാടി അതിൻ്റെ വേസ്റ്റ് കളഞ്ഞാണ്ട് അതായത് തൊലി കീച്ചിട്ട് അടുത്ത പരിപാടി കട്ട് ചെയ്ത് എടുക്കാന്ന് മാത്രമാണ്. ആ നേരത്ത് മാത്രം ഒന്ന് കഴുകിയേക്കാണ് അല്ലേ. പക്ഷെ നമ്മളത് അങ്ങനെയല്ല. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് രണ്ടും തമ്മിൽ മാറ്റം. നമ്മളത് ഒരു ഇറച്ചിയുടെ കളറും മറ്റേത് റെഡ് കളറുമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ മലയാളി നമ്മൾ ഇതിന്ന് ബ്ലഡ് എടുത്താണ് മൂപ്പര് ഐക്ക് വെച്ചേക്ക് അല്ലേ. നമ്മളെന്താ വെച്ചാൽ നമുക്ക് പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ ഞങ്ങളിവിടെ മത്സരം എന്ന് പറഞ്ഞാൽ ഡേവിഡ് ബില്ല് അതേപോലെ തന്നെ നമ്മുടെ മലയാളി രണ്ടാളും ഒരു ടീമും ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമാണ്. നമ്മളത് അവർക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് പറയാം. ഇത് സൗത്ത് ഇന്ത്യനെ മൊത്തം ഞങ്ങൾ പറയിപ്പിക്കുക അറിയില്ല. എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥന വേണം. നമ്മളെ കറി ഉഷാറാവണമെങ്കിൽ നമ്മുടെ ആട്ടുകളിലൊക്കെ ഇട്ട് തിരുമ്പുണ്ട് ഒക്കെ പഠിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയേക്കണ മൂപ്പരിയോ. ഓ വേണ്ട മാമ, അത് നമ്മൾ നോക്കല്ലേ. നമ്മളെ മഞ്ഞൾപ്പൊടിയൊക്കെ അതൊക്കെ നോക്കുകയാണ്. തീർച്ചയായിട്ടും നോക്കാം. നമ്മൾ കത്തിച്ച് ഓക്കെ. കുക്കറിനെ ഉള്ളു നമുക്ക് വലുതൊന്നുള്ളത്. പിന്നെ കുക്കറിൽ തന്നെ ആയിക്കോട്ടെ ഇത്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ മീൻകറി എന്താകുമെന്ന് അറിയില്ല. എന്തായാലും അതത് ഗംഭീരമായിരിക്കും. അതെ, പരിപാടി ഗംഭീരമാകണമെങ്കിൽ കാണികളുടെ കയ്യടി വേണം. അതെ, രണ്ടാളേ ഉള്ളൂ. രണ്ടാളെ കൊണ്ട് കാര്യമില്ല. കയ്യിലെടുക്കും. കയ്യിൽ
कोकोनट Same. सेम वो इधर में കൂളിംഗ് കൂളായിട്ട് നമ്മളുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മസാല എന്താ എടുക്കുന്നുണ്ടോ ഓക്കെ ഈ മസാല ചെയ്യാം. ഏതായാലും ഇതൊരു നല്ല സ്റ്റൈൽ പരിപാടി ആയിരിക്കും. ശരിയാവും അല്ലേ? ആ അവിയിലാണ് കാണിച്ചിരിക്കുന്നത് അവിയൽ അച്ഛാ എപ്പടി അച്ഛാ അച്ഛാ പറയണ്ടെടുത്ത് തമിഴ് അറിയാണ്ടെടുത്ത് നമ്മൾ ഹിന്ദി അറിയും ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ടല്ലോ ഇപ്പൊ. ഒരുമിച്ചില്ല ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മീൻ കറി വെക്കാനൊന്നും അറിയില്ല കേട്ടോ. ചിക്കനാ ഓക്കെ ചിക്കൻ ഇങ്ങനത്തെ ഓക്കെ പെട്ടെന്ന് കിട്ടുന്ന സാധനം നമുക്ക് ഉണ്ടാക്കാൻ മിച്ചില്ലായിരുന്നു ഇതിനുള്ളി കൂടി ഉള്ളിയോ ഒന്നെടുത്തായിരുന്നു ഞാൻ രണ്ടും കട്ട് ചെയ്തില്ലേ. കട്ട് ചെയ്ത് ഗൈസ് അപ്പോൾ ഞങ്ങൾ പുളിവെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. ഹലോ കോ പുളിവെള്ളം അതെ പുളിവെള്ളം നമുക്ക് പുളിയൊക്കെ ഒരു കൊണ്ടുവന്നു കേട്ടോ. മതിയാവോ? മതിയോ അല്ല ഉണ്ടായിക്കോട്ടെ. വറ്റിച്ചാൽ പോരാ നമുക്ക്. വറ്റിച്ചാൽ മതി. ഇത് മീൻ കറി വെച്ചിട്ട് യാതൊരു ശീലമില്ലാത്ത ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മീൻ കറി വെക്കാൻ വേണ്ടി പോകുന്നത്. സൗത്ത് ഇന്ത്യനെ മൊത്തം ഞങ്ങൾ പറയിപ്പിക്കില്ല. ഞങ്ങൾ മാനെ കാക്കും. അതെ കാക്കണം നോർത്ത് ഈസ്റ്റിൽ വന്ന് ഞങ്ങൾ മാനെ കാത്തിരിക്കും. ഈ വെള്ളം തികയ്ക്ക് തോന്നില്ല. അവന് ഇനിയും കുറച്ചുകൂടി വെള്ളം. നല്ല പീസാണ്. 4 കേക്ക്. 4 വട്ടം കഴിക്കല്ലേ 4 കേക്കിലേക്ക് ഇപ്പോഴും നല്ല ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? മുളകൊക്കെ ഉണ്ടായിക്കോട്ടെ. ഈ എരിഞ്ഞിട്ട് അട്ടപ്പൂരാവോ. മല്ലി तो ये आलू अर्जुन का सिटी कौन सा है? അല്ലു അർജുൻ ആന്ധ്ര. ആന്ധ്ര ഞങ്ങളുടെ മഞ്ഞയിലെ ഞങ്ങൾ ഇടുകയാണ്. അതെ മഞ്ഞയിൽ അതാ വെള്ളത്തിലേക്ക് ചാടുന്നു വെള്ളം അല്ലേ? ഇതിപ്പോ തന്നെ വെന്തോ? ചൂടട്ടിയപ്പോത്തിന് അതിൻ്റെ കളർ വാങ്ങിയാണ് അല്ല. ഓക്കെ ഇത് കുറച്ചേരം കേട്ടോ. കാണിച്ചു തരാം. കുറച്ച് കഴിയട്ടെ ഗൈസ്. അപ്പം നമ്മളുടെ കറി ഏകദേശമൊക്കെ ആയി. ഇപ്പോൾ ഏകദേശമായിട്ടുള്ളൂ. ടേസ്റ്റ് ചെയ്യാൻ നോക്കിയൊന്ന് എന്താ പറയാ. നല്ല എന്താ പറയാ പുളി ഉണ്ടായതുകൊണ്ടേ. ഓ എന്താ ഇനിയിപ്പോൾ മീന് കളറ് വല്ലാതെ പിടിക്കണില്ല. പക്ഷേ നന്നായിട്ട് വെന്താണ്. ഒന്നും കൂടിയായിട്ട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇറക്കാം. കറിവേപ്പില മൂപ്പര് കൊണ്ടുവന്നേരം അറിഞ്ഞു. പക്ഷേ കിട്ടിയില്ല. അത് കിട്ടിയിട്ടുണ്ടെങ്കിലോ ഒന്നും കൂടി കളറായി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. നല്ല വൈബ് നമുക്കുണ്ട്. ഓരത്തെ പിന്നെ ഒരു കുക്ക് ചെയ്യുമല്ലോ. അതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ. നമ്മൾ തന്നെ അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യും. ഇത് അവർക്കും കുറച്ച് കൊടുക്കണം. അതിനുപോലെ നമുക്കും വരും. 2 പാടെ കുട്ടികളുടെ കൈയാണ്. ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. നോ വിസ നോ പാസ്പോർട്ട് ആക്കണേ കൈ കാണിച്ചു തന്നെ എനിക്ക് കൈ കാണിച്ചു മൂപ്പര് പറയാണ് ബംഗ്ലാദേശിലുള്ള അമ്മയാണ്. പാസ്പോർട്ടൊന്നുമില്ല വിസയില്ലാതെ നമ്മുടെ രാജ്യത്തേക്ക് വന്നതാണ്. അതായത് വരുന്ന വഴി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് കാണന്മാരുണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ബംഗ്ലാദേശ്. അപ്പോൾ അവിടെ കുറേ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബംഗ്ലാദേശാണ്. നമ്മൾ ഈ കാണുന്നത് നമ്മൾ എന്തായാലും എത്ര അടുത്ത് നമ്മൾ ബംഗ്ലാദേശിന് തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഡേവിഡ് ബോയ്ക്ക് നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറിയും കൂട്ടി മിക്സ് ആയിട്ട് കഴിക്കട്ടെ അല്ലേ? ശരിക്കും പച്ച വെളിച്ചെണ്ണ കൂടി കുറച്ച് ഒഴിക്കണം. അതൊക്കെ ശരി അതിൻ്റെ വകുപ്പില്ലാത്തതുകൊണ്ട് അതിപ്പോൾ ഇങ്ങനെ വെക്കട്ടെ. ചൂടാറാൻ വേണ്ടി വെച്ചേക്കാണ്. ചൂടാറട്ടെ കുറച്ച്. ചൂടൊന്നൊരു പ്രശ്നമല്ലേ? ഇല്ലേ മുളകില്ലേ ഇതിൽ? മുളകൊക്കെ നല്ല ഒട്ടിയെന്നല്ലോ. കളറായിട്ട് ഇരിക്കണോ വെള്ളമായിട്ട് ഇരിക്കണോ? അയാൾ തിന്നാണ്ട് നമുക്ക് മതിയാവും.
Iya, Ronaldo. Tapi kita sekarang dah. ഇട്ടെടുക്കും Tipis dia. Tes kali. ഒരു പീസ് ഇവർക്ക് പുളി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് പറ്റാത്ത നിൽക്കി തോന്നുന്നു അല്ലേ? Tipis oke. Oh shit. ചൂട് പറക്കിയിട്ടുള്ളൂ. അതെ ഇപ്പൊ പറക്കിയിട്ടുള്ളേ ചൂടാണ്. Kerala food good. I love Kerala. But cooking Kerala. അച്ഛാ ടേസ്റ്റ് ഉണ്ടോ? ഞാൻ തിന്നോട്ടെ. और इतने देने से मजा होता था. ഉണ്ടോ? സൂപ്പറാണേ. എന്ത് പേരും ടേസ്റ്റ് അല്ലേ? നമ്മൾ വെച്ചേനെ ഇത്. ഓ ഗായ്സ് നമ്മളെ ഏട്ടൻ കഴിക്കാണ്ടെങ്കിൽ ഓരോ ചട്ടി ഉണ്ടോ? ഇനി ഓരോ കുക്കിംഗ് ആണ് അവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഓരോ ചട്ടി അതിലേക്കുള്ള സാധനങ്ങൾ ഇവർ ഇത് എന്തൊക്കെയോ ഓയിലുകളാണെന്ന് അറിയില്ല. Chicken meat masala. മീൻ മസാല. ആ മീൻ മസാലയാണ്. നമുക്ക് മീൻ മസാല ഇല്ല. മീൻ മസാല നരവസ്നൈ. ഇതെന്താ? ഇത് മല്ലി പെരിഞ്ചീരകം അല്ലേ? ആ ഇതെന്തത് ഓയിൽ? ഇതെന്തോ അല്ല ഇവർ ഉപയോഗിക്കണ ഓയിൽ. വലിയൊരു ചട്ടി. ബാറ്ററി ചാർജ് ചെയ്ത് പോയി കൊണ്ടുവരണം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഇഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ഓയിൽ ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്തൊക്കെയാണ്? ഉള്ളി അതുപോലെ തന്നെ ഇവരുണ്ടാക്കിയത് ഇവർ കുത്തി ചാച്ചിട്ടില്ല. ഇവർ അങ്ങനെ മസാല ഉണ്ടാക്കിയേക്കാണല്ലോ. ഡേവിഡ് പട്ടേക്ക് പറ്റിയതുകൊണ്ട് നമ്മളെ സംഭവങ്ങൾ അതിലൊക്കെ അവിലിട്ട് തിന്നാണ്. ഓ ഗൈസ് മൂപ്പർ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അതിലേക്ക് അവിലിട്ട് തിന്നാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുക തന്നെയാണ്. നോക്കട്ടെ. ഓ ഉള്ളി ഇട്ടു. ഉള്ളിയൊക്കെ നല്ല എണ്ണ ഉപയോഗിക്കേണ്ടവർ. നല്ല ഉള്ളിയുണ്ട് അല്ലേ? ഏകദേശം 4 വല്ലുള്ളിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ അയാൾക്ക് കറാമ്പൂ പൊളിപ്പിച്ച് വേണം. പിന്നെ മുളക് ഉപ്പ് വെറുതെ ഇങ്ങനെ ഒരു ഉപ്പ്. വേറെ ചട്ടീനെ ഉണ്ടില്ലേ? ചട്ടീൻ്റെ സ്റ്റാൻഡേർഡാ. ആൻ്റണി ചേട്ടൻ നിസ്സാരമല്ല. കയ്യുമ്മ കണ്ട ടാറ്റു തലയിട്ട് പറക്കണ ടാറ്റുവാണ്. പിന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇതാ റാണി Girlfriend. ഓ ഇത് ഗേൾഫ്രണ്ടാണ് പോലെ. ഇത് ഗേൾഫ്രണ്ടൊന്നും അല്ല. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താ. പിന്നെ മാത്രമല്ല മൂപ്പരെ പുറത്താണ് ഹൈലൈറ്റ് സാധനം കിടക്കുന്നത് അല്ലേ? ഇത് കാണൂല. കഴുത്ത് കൂടെ ഒക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ആൻ്റണി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെന്താ എന്തോന്ന് എഴുതിയുണ്ട് അവിടെ. ആ ഓക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ബോഡി കണ്ട ഫാറ്റാണ്. ആ ഇവിടെ ഉണ്ട്. കാലുമ്പലും ഉണ്ട്. ഇതേതാ കളിക്കാരനാണ്? ബോക്സർ അല്ലേ? ഇതൊന്ന് വാടി വന്നപ്പോൾ അദ്ദേഹം ഇടുന്നത് മഞ്ഞളാണ്. ഹൽദി എന്നാണ് അവർ ഇതിനെ പറയുന്നത്. അത് നമ്മളെ മഞ്ഞളാണ് അവരിട്ടത്. പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ അറിയില്ല. ഇതെന്തായാലും ഇതായിരിക്കും അടിപൊളി ലുക്ക്. ഇത് നല്ല അവർക്ക് നല്ല ചട്ടിയും പിന്നെ അത് മാത്രമല്ല ഓരോരുത്തർ ഓരോ ടൈപ്പിലുള്ള ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ടായതുകൊണ്ട്. അത് പെരിഞ്ചീരകല്ലേ? ജീര. പെരിഞ്ചീരകമാണ്. അതെ പെരിഞ്ചീരകമൊക്കെ നല്ല മുട്ടുക. നമ്മൾ മണക്കുണ്ടല്ലോ. അപ്പം നമുക്ക് ടേസ്റ്റ് വല്ലാതെ കയറാൻ സാധ്യതയില്ല. നമുക്ക് കയറി പിടിക്കാൻ സാധ്യതയില്ല. നമുക്കിത് പെരിഞ്ചീരകം എത്ര ഒന്നും നമ്മൾ ഇടലില്ല. ഒരു മസാല രീതിയിൽ കയറി മറിഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ടാണ് ഇവർ തക്കാളി ഇട്ടത്. പക്ഷെ നമ്മൾ അത് ഒരുമിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതൊക്കെ. പക്ഷേങ്കിൽ നമ്മളത് ഒരുമിച്ചിട്ട് കാരണം ഇവരുടെ തക്കാളി വെന്ത് കിട്ടാൻ കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ടത് അല്ലേ?
മുളകൊക്കെ നമ്മൾ തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു നമ്മളെ എന്താ പറയുക പൊടികൾ ഇവർക്ക് നല്ല പറ്റിയിട്ടുണ്ട്. നമ്മളവിടെ നല്ല പൊടികൾ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അത് ശരിയാണ്, അവരത് കിട്ടൂല. അതാണ് അവർ ഇട്ട് കിട്ടുകയാണ്. ഇനിയിപ്പോൾ നമ്മളടുത്ത് ഇത് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് എവിടുന്നേരൊക്കെ വാങ്ങാൻ കിട്ടുമോ ഈ ടൈപ്പ് കിട്ടാൻ നല്ല ജീരകത്തിൻ്റെ സ്മെല്ല് അടിച്ച് കയറുന്നുണ്ട് അല്ലേ. ഓ ഗായ്സ്, ഈ കാണുന്ന പൈക്കളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ബംഗ്ലാദേശത്തെയാണ്. ഇവർക്കിപ്പോൾ എന്ത് ബംഗ്ലാദേശ്, എന്ത് ഇന്ത്യ അല്ലേ. ഒരു പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ അവർ വരും. അതിപ്പോൾ ഏത് നാട്ടിലായാലും ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ടും വരും. ബംഗ്ലാദേശ് പൈക്കളാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ ഞാൻ തിരിച്ചു പോകാവോ, ഇവിടെ തമ്പടിക്കോ എന്താ അറിയില്ല. അതിക്ക് ഇഞ്ചിച്ചാറാണ്. അതെന്താണ് ഒരാൾ സെപ്പറേറ്റ് ഒന്ന് കുത്തി ചായച്ചത് കൊണ്ടല്ലേ. ഇഞ്ചി മുളകും മാത്രം. ഹായ്, ഫൈൻ. നമ്മളെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം മൂപ്പരിട്ടു, മീൻ മസാല അല്ലേ. നമ്മളെ കയ്യിലാണെങ്കിൽ ഈ മസാല കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ മസാല മാത്രം തിന്നാൻ തോന്നുന്നു. അതിലേക്ക് ആ മീനും കൂടി ചെന്ന് കഴിഞ്ഞാൽ ആൻ്റണി ചേട്ടൻ്റെ മീൻ കറി മറക്കില്ല ഞങ്ങൾ. ഗൈസ് ആയി ആ ഒരു മീനിനെ അതിലേക്ക് തട്ടാൻ വേണ്ടി പോവുകയാണ്. മസാല കണ്ടിട്ട് തന്നെ നല്ല വൈബ് ഉണ്ടല്ലേടാ. അതങ്ങനെ തന്നെ ഇട്ടേ. അത് കാണുമ്പോഴാണ് ആ ഒരു തുള്ളി പോലും കളയണില്ല. വല്ല വെളിച്ചെണ്ണ എടുക്കണ പോലെയാണ് മൂപ്പര് കാട്ടുന്നത്. ഞാൻ വെള്ളം തന്നെ ഒന്ന് ഇളക്കിയിട്ടോട്ട് ഒഴിക്കുകയാണ്. ഉണ്ടോ അല്ലേ. എടുത്ത് വെച്ച് ആദ്യം ഇതൊന്നും ഇങ്ങനെ മസാല കയറ്റി പിടിപ്പിക്കുന്നുണ്ടാവും. ഇത് ചിക്കൻ്റെ പോലെ ആക്കി, ഇത് ചിക്കൻ്റെ പോലെ കുക്ക് ചെയ്യാം. ഉടയനുള്ള കറുത്തു, ഇത് കറുത്തു. നമ്മളത് ഒന്നും ആയില്ല, നമ്മുടെ കളറൊന്നും മാറിയില്ല. കുരുമുളക് നമ്മൾക്ക് ചോദിച്ചില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലോ ഇതാണ്. എല്ലതും കഴിഞ്ഞ് അടച്ചു വെച്ചിക്കണ്. ഇതിനുള്ള പരിപാടി എന്താ അറിയോ, ഇത് ആവിയിൽ വേകണം. മലയാളത്തിൽ ആവിയിൽ വേകണം. അപ്പൊ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ പാനിനോ പാനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം കൂട്ടി വയ്ക്കുക. അത് തുറന്നു കേട്ടോ, തുറന്നു. ഇത് ഒരു രക്ഷയില്ലാത്ത മക്കളെ, അടിപൊളിയായിട്ടുണ്ട്. എന്താ സ്മെല്ലുണ്ട്. വരട്ടിയ സാധനമാണ്. നമ്മള് കറി ഉണ്ടാക്കി ഒരു വരട്ടിയൊക്കെയാണ് ചെയ്ത്. നമ്മളെ കറി എന്തായി ഉണ്ടാക്കിയ ഒരു കറിയാണ് പോലെ. അത് വെച്ച് നോക്കുമ്പോ ഇത് എന്തൊരു മാറ്റമുണ്ട് അല്ലേ. ചെറിയല്ലേ, എനിക്ക് ചെറിയ അടുത്ത മൂപ്പര് വെള്ളം ഒഴിക്കാൻ പോകട്ടോ. വെള്ളം ഒഴിച്ച് അപ്പോൾ ഇവരുടെ കറി ഇങ്ങനെയായി. ഇതിൽ നല്ല എന്താ പറയുക, പെരിഞ്ചീരകം മണക്കുന്നുണ്ട് അല്ലേ. നല്ല കളറൊക്കെ മാറി കറുത്ത കളറായിട്ടുണ്ട്. സാധനം ഉഷാറായിട്ട് വെന്ത് കേട്ടോ. ரொம்ப ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയി പോയി. ഒന്ന് കഴിച്ചു നോക്കണം. കറിയായി. ഇനി അടുത്ത പരിപാടി ചോറാണ്. ചോറ് ഇവരുടെ അരി കണ്ടോ, ഇവിടുത്തെ വെള്ളരിയാണ് അല്ലേ. ഇവിടുത്തെ വെള്ളരി കൊണ്ടാണ് നെയ്ച്ചോറ് അരി പോലെയൊക്കെയുള്ള ഒരു അരിയാണ്. എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിക്ക് മല്ലിച്ചപ്പം കൂടി ഇട്ടു. ഞാൻ അടച്ച് വെക്കുക എന്നുള്ള പരിപാടിയാണുള്ളത്. ഞങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് എടുത്ത് മാറ്റാം. ഇത് നല്ല എന്താ പറയുക, ഗ്രേവി ടൈപ്പാണ് അല്ലേ. ഒരു 1 പീസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1 പീസ്. ബസ് 1 മിനിറ്റ് ഫസ്റ്റ് ടേസ്റ്റ്.
ഓ ഇത് എന്ത് സംഭവം? ടേസ്റ്റ് അതെ, ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്യാം. മതി. എങ്ങനെ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് അറിയില്ല. ये अफगानिस्तानी मालूम हो गया बनाने है तो सर और खटरा दिन से मजा होता था इडली ഇതൊരു രക്ഷയില്ല. ഏതേ നമ്മളതിൽ പുളിയാണല്ലോ, ഇതിൽ ജീരകമാണ്. ജീരകം. How is the taste? Is the Meghalaya cooking? Huh? സൂപ്പർ. മേഘാലയ കുക്കിംഗ് അല്ലേ? ഇത് കഴിക്കുമ്പോ പുളി, ഇത് കഴിക്കുമ്പോ ജീരകം. ജീരകം. ഓ നാം അതിന്റെ പേരെന്താ? ജീര. ജീര ടേസ്റ്റ്. ഓ പുളി ടേസ്റ്റ്. ഇമിലി ടേസ്റ്റ്. Idli. എപ്പടി? സൂപ്പർ അല്ലേ? നാവുള്ളവരുണ്ടാക്ക് ഇല്ലേ? രക്ഷയില്ലട്ടോ, പറയാല്ല. അതാണ് ടേസ്റ്റ്. ഇനി എന്താ ഇതിനകത്ത് അവർ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മളെ ഭക്ഷണം കഴിക്കല് അല്ലേ? നമ്മൾ ചോറിനാൻ വേണ്ടി പോവാണ്. നമ്മളൊപ്പം മുതലാളി ഉണ്ട്, തൊഴിലാളികൾ. അതായത് അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം അവരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് അതിന് മേലെയാണ് അല്ലേ? അതിൻ്റെ മേലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇത് അവരുണ്ടാക്കിയ കറി, ഇത് നമ്മൾ ഉണ്ടാക്കിയ കറി, എല്ലാവരും എടുക്കുന്നുണ്ട് അല്ലേ? എല്ലാം കൂട്ടത്തോടെ ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ എന്ത് സുന്ദരമായൊരു പരിപാടി ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആസാമിൽ ഞങ്ങൾ അവർക്ക് ഫുഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞ ഫുഡ് കൊടുക്കാൻ കേസല്ല, സത്യത്തിൽ അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ എന്താ പറയുക, താത്ത കഴിക്കും ബീഫ്, കുട്ടികൾ കഴിക്കൂല, പിന്നെ കാക്ക കഴിക്കും. അവർ ചിക്കനാണ് വാങ്ങിയിട്ടുള്ള അന്ന് അല്ലേ? ചിക്കനാണ് വാങ്ങിയുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ നമ്മൾ അങ്ങനെ ആർക്കും ഭക്ഷണം കൊടുക്കാമെന്ന് കഴിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു മൊമെൻ്റ് നോക്കി, നമ്മളെ ഡേവിഡ് ബായ്, ഇത് ഇവിടുത്തെ വയ്യ, ഇത് നമ്മുടെ മലയാളിയാണ്. ഇത്രയും നല്ല മലയാളിനെ കിട്ടി. ഇവര് ഭാഗ്യവാന്മാരാണ്, ഞങ്ങളും ഭാഗ്യവാന്മാരാണ്, രണ്ടുകൂട്ടരും ഭാഗ്യവാന്മാരാണ്. അതെ. നമ്മൾ ഇദ്ദേഹമാണ് നമ്മൾ ഇന്നലെ രാത്രി വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും നമ്മുടെ കറി കൊടുത്തിട്ടുണ്ട്, അവരുടെ കറി കൊടുത്തിട്ടുണ്ട്, എല്ലാം കൂട്ടി. ഓക്കെ വി ആർ ഫാമിലി. യെസ് ചങ്ങാരെ, ഏകദേശം കിടക്കാനുള്ള സമയമായിട്ടോ. ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗ് ഇന്ന് നിർബന്ധമാണ്, കാരണം ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയി. പിന്നെ ആൻ്റണി ചേട്ടൻ ഞങ്ങൾക്ക് ആപ്പിൾ കൊണ്ടുവന്നു. ഇത് നടക്കണമില്ല, അച്ഛനും മകനും. അപ്പോൾ ഇന്ന് രാത്രി ഫുഡ് കഴിക്കുന്നുള്ളതാണ്. ആപ്പിളൊക്കെ മതി അല്ലേ? നമ്മൾ തീരുമാനമാക്കാൻ പോയത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കിടന്നിട്ടില്ല, കിടക്കണം. അതായത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ല വെളിച്ചമാണ്, ഇതിലൊക്കെ വെളിച്ചം വരുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മറക്കും അല്ലേ, കുക്കർ. പിന്നെ ഡേവിഡ് ബോയ് ഉണ്ട് ഇവിടെ. ഓക്കെ. Hello friends, my name is Meyolanki Lamin. I'm from Dauki. ഗൈസ്, നമുക്ക് അത് ഡേവിഡിൻ്റെ പിള്ളേരുമാണ്. നമ്മളേതായാലും കടന്ന് നമ്മളെ ഇച്ചായന് ആരോട് പോയിട്ടുണ്ട് അല്ലേ? ഇച്ചായൻ താഴത്തേക്ക് പോയതാ. അപ്പോൾ ഞങ്ങൾ ഇച്ചായനെ വിളിക്കണം കേട്ടോ. അപ്പം ഇനി മുതൽ ഇവിടെ വരുന്നവർക്ക് ഇച്ചായനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും ഇതിലാക്കിയിട്ടുള്ളത്. പേര് ആൻ്റണി എന്നാണ്. എന്നാൽ ഞങ്ങൾ കിടക്കുവാണ്. ഈ ഒരു വീഡിയോ അടിച്ച് പോയിന്റ് ചെയ്യാൻ അടുത്ത ലൈവ് വേണ്ടിയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, ബൈ.